പോര് കടുക്കുമ്പോൾ തരൂരും കോൺഗ്രസ് രാഷ്ട്രീയവും എങ്ങോട്ടാണ് പോകുന്നത്? വിശദമായി നമുക്കതൊന്ന് അന്വേഷിക്കാം. വി വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായപ്പോൾ തൊട്ട് കാര്യമായ അവസരങ്ങളൊന്നും പാർലമെന്റിൽ തരൂരിന് ലഭിക്കുന്നില്ല. ഇത് നമുക്ക് സ്ഥിരമായി പാർലമെന്റിലെ നടപടിക്രമങ്ങൾ നോക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹം അതൃപ്തനാണ്. ഇനി കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് കരുതിയാൽ തരൂർ ഇങ്ങോട്ട് വന്നാൽ അതൊരു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുമെന്ന ആശങ്ക വി.ഡി. സതീശൻ ക്യാമ്പിന്, പ്രത്യേകിച്ചും കോൺഗ്രസിലെ മറ്റ് നേതൃമോഹികൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലും അവസരങ്ങളില്ല. ഈ സാഹചര്യത്തിലാണോ ഇങ്ങനൊരു പ്രസ്താവനയ്ക്ക് തരൂർ തുനിഞ്ഞത്? അതുകൊണ്ട് അത് മനസ്സിലാക്കി തന്നെയാണോ സംസ്ഥാനത്ത് നിന്ന് ഇത്ര വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത്? ശ്രീജ, ഈ 2009 ആദ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തരൂരിനെ സംബന്ധിച്ച് ആദ്യത്തെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത, അതായത് വിശ്വപൌരൻ എന്ന ഇമേജിലൂടെ അദ്ദേഹം വരുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ തോതിൽ മൈലേജ് ഉണ്ടാക്കാൻ കോൺഗ്രസും രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ ശ്രമിക്കുന്നു. അതിനുശേഷം പിന്നീട് കാണുന്നത് ഈ വിശ്വപൌരൻ എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്നുള്ള ഒരു പ്രചരണം മാത്രമായി ചുരുങ്ങുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും, അല്ലെങ്കിൽ AICC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്, പാർലമെന്റിലെ പ്രതിപക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം വരുമ്പോൾ തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു പേരായി തരൂരിന്റേത് മാറുകയും പിന്നീട് അദ്ദേഹം തഴയപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കാൻ പോലുമുള്ള ധൈര്യം കാട്ടി 1000-ന് മുകളിൽ വോട്ട് നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പല സംസ്ഥാനങ്ങളിലും ഉള്ള വോട്ടർമാരുടെ പേര്, ആ പേര് അന്വേഷിച്ചു പോയാൽ അങ്ങനെ ആ ഒരു വിലാസത്തിൽ അങ്ങനെ ഒരാള് പോലുമില്ല. അത്തരത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ വരുന്നത് ഈ തരത്തിൽ വ്യാജമായ കാര്യങ്ങൾ ചെയ്ത് ദേശീയ നേതൃത്വം തന്നെ തന്റെ വരവിനെ തടസ്സപ്പെടുത്തുന്നതിന് ഈ കള്ളവോട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തുന്നു എന്ന ആരോപണം ആ ഒരു ഘട്ടം മുതൽ തന്നെ, അതായത് ഈ സോണിയാഗാന്ധിക്കും രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി ആ കുടുംബത്തിനെതിരെ അദ്ദേഹം നിൽക്കുന്നു, ഔദ്യോഗിക പക്ഷത്തിനെതിരെ നിൽക്കുന്നു എന്നൊരു വികാരമുണ്ടായപ്പോൾ തന്നെ സംസ്ഥാനത്തെ നേതാക്കൾ ഏറെക്കുറെ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞതാണ്. അദ്ദേഹത്തോട് വലിയ താല്പര്യം കാട്ടാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. അദ്ദേഹത്തിന് ഇന്ദിരാഭവനിൽ ഒരു മുറി പോലും അനുവദിച്ചിട്ടില്ല എന്നത് തരൂരിന്റെ ഒരു സ്വകാര്യ ദുഃഖമാണ്. അദ്ദേഹവുമായി അടുപ്പമുള്ളവർ നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. KPCC ഓഫീസിൽ പോലും വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്നു എന്നത് ഈ ഒരു അമർഷം തന്നെയായിരിക്കും തരൂരിന്റെ ഇപ്പോഴത്തെ ചെയ്തികളിൽ പുറത്തു വരുന്നത്. കാരണം അദ്ദേഹം ഇതിനകം പറഞ്ഞു കഴിഞ്ഞു, 4 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളായി ഇനി താൻ ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന് തരൂർ പറയുമ്പോൾ സ്വാഭാവികമായും തരൂർ ശ്രദ്ധയൂന്നുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കാകും എന്ന തരത്തിലുള്ള ചർച്ചകൾ വരുന്നു. മാത്രമല്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ വലിയ കലാപം നടക്കുകയാണ്. അവിടേക്കാണ് ആ ഒരു സ്പേസിലേക്ക് തരൂർ കൂടി എത്താനൊരു ശ്രമം നടത്തുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ഈ മുഖ്യമന്ത്രി പദവിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. പക്ഷേ തനിക്കെങ്ങനെ ഇതിൽ കുറച്ച് കുഴപ്പമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു ചിന്ത തരൂരിനുണ്ടോ എന്ന് സംശയിക്കുന്നവർ ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഇടതുപക്ഷത്തിന്റെ വ്യവസായ നയത്തെ പിന്തുണച്ചുകൊണ്ട് തരൂർ രംഗത്ത് വരുന്നത്. ഇവിടുത്തെ വ്യവസായ മന്ത്രിയെയും വ്യവസായ രീതിയും, അതായത് വ്യവസായ രംഗത്ത് ചെകുത്താന്റെ നാടായിരുന്ന കേരളം എന്ന് താൻ വിശേഷിപ്പിച്ചിരുന്നു. അത് മാറ്റിപ്പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന ഒരു മൈലേജ് ചെറുതല്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരികയാണ്. മാത്രമല്ല, മോഡിയെ പ്രശംസിക്കുന്നു. ട്രംപുമായുള്ള മോഡിയുടെ കൂടിക്കാഴ്ചയും അദ്ദേഹം അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നത്തെ ഈ വീക്ഷണം പത്രത്തിൽ, കോൺഗ്രസിന്റെ മുഖപത്രമാണ്, വീക്ഷണം പത്രത്തിൽ അതിരൂക്ഷമായ എഡിറ്റോറിയലാണ് തരൂരിനെതിരെ വന്നിരിക്കുന്നത്. അതിലെ ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത് വെളുക്കുവോളം വെള്ളം കോരിയിട്ട് ഏറ്റവും ഒടുവിൽ കുടമുട്ട് ഉടയ്ക്കുന്ന നിലയിലേക്ക് പോകരുത് എന്ന ഒരു കാര്യമാണ് തരൂരിനെ കുറിച്ച് അതിൽ പറയുന്നത്. മാത്രമല്ല, ഈ മോഡിയെ പുകഴ്ത്തിയതിനടക്കം വിമർശനമുണ്ട്. അവിടെ പോയി നൃത്തമാടി കഴിയുമ്പോൾ അവിടെ നിന്ന് ഇന്ത്യക്കാർ കാലിൽ ചങ്ങലയിട്ട്, ഒരാപ്പിൾ മാത്രം കഴിച്ച് തടവറയിൽ കഴിഞ്ഞ് കാലിൽ ചങ്ങലയിട്ട് രാജ്യത്തേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴാണ് ഈ ട്രംപും മോഡിയുമായുള്ള കൂടിക്കാഴ്ച ഇത്രയധികം വർണ്ണിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നാട് പോവുകയാണ്. താഴെത്തട്ടിലെ പ്രവർത്തകരുടെ അധ്വാനം അത് വിജയമായി പ്രതിഫലിക്കാൻ പോകുന്ന ഒരു ഘട്ടമാണ്. അതിന്റെ ഊർജം കെടുത്തുന്ന തരത്തിൽ ആയി പോകുന്നു ഈ പെരുമാറ്റം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് തരൂരിനെ വിമർശിക്കുകയാണ്. ഒരുപക്ഷെ ഈ പരാതികൾ, കേന്ദ്ര നേതൃത്വത്തിനെത്തുന്ന പരാതികളിൽ തരൂരിനെതിരെ എന്ത് നടപടിയുണ്ടാകും? ഒരുപക്ഷെ AK ആന്റണിയുടെ സ്റ്റേറ്റ്മെന്റ് പോലെ ആയിരിക്കില്ല തരൂരിനെ കാണുക എന്ന ഒരു
കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടത്. പക്ഷേ വിനോദ്, അപ്പോഴും ഇപ്പോ ഇന്നലെ കെ സുധാകരന്റെ ഭാഗത്തു നിന്നൊരു വാർത്താക്കുറിപ്പ് വരുന്നതിൽ രാജീവിന്റെ വാദങ്ങളെ തള്ളിക്കളയുന്നതല്ലാതെ തരൂരിനെതിരെ ഒരു വാക്കുപോലുമില്ല. തരൂരിനെ ഒരു തരത്തിലും വിമർശിക്കാതെയാണ് സുധാകരന്റെ പ്രസ്താവന വന്നിട്ടുള്ളത്. അത് ശ്രദ്ധേയമാണ്. ദേശീയ തലത്തിൽ ഇങ്ങനൊരു വിവാദത്തിന് ചൂട് പിടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു തരൂരിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് അത് ദേശീയ തലത്തിൽ ഒരു വിവാദമാക്കാൻ ഹൈക്കമാൻഡും ഒരുപക്ഷെ ആലോചിക്കില്ല എന്നതല്ലേ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ശ്രദ്ധ പോകുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എന്നെത്തിക്കുമോ? തീർച്ചയായും ഇക്കാര്യത്തിൽ തരൂരിന്റെ നിലപാട് നിർണായകമാണ്. കാരണം അദ്ദേഹം എങ്ങനെ ഇനി ഈ കാര്യങ്ങളെ വിശദീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ. ഇതുവരെ മനസ്സിലാക്കുമ്പോൾ തരൂർ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. തന്റെ കൈയക്ഷരം നല്ലതാണ്, അത് വായിക്കാൻ ആളുണ്ടെങ്കിൽ താൻ ഇനിയും എഴുതും എന്ന് തരൂർ പറയുമ്പോൾ സ്വാഭാവികമായും അതിനൊരു വെല്ലുവിളിയുടെ സ്വരമുണ്ട്. ഈ സംസ്ഥാന ഘടകം എന്ത് പറയുന്നു എന്നുള്ളത് താൻ കാര്യമാക്കുന്നില്ല എന്ന ഒരു സന്ദേശം തന്നെയാണ് തരൂർ നൽകുന്നത്. സുധാകരന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ ഒഴിവാക്കാൻ വലിയ തോതിലുള്ള ശ്രമം സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നൊരു വികാരം സുധാകരനുണ്ട്. മാത്രമല്ല താൻ പറയുന്ന വഴിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമായി ഒത്തുപോകാത്ത പല സാഹചര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ തന്നെ സുധാകരനുള്ള ഒരു നീരസം, അത് തരൂരിനെ പിന്തുണയ്ക്കുക എന്നൊരു നിലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഒരു വശത്ത് തരൂരിനെ പിന്തുണച്ചുകൊണ്ട് സുധാകരൻ നിലകൊള്ളുമ്പോൾ മറുവശത്ത് ഒരുപക്ഷെ പല ഘട്ടങ്ങളിലായി സുധാകരനുമായിട്ടൊക്കെ ചേർന്ന് പോകുന്നയാളാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം പോലും തരൂരിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലയിലേക്ക് വരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് തയ്യൽ കടകൾ തുടങ്ങുന്നത് പോലും സംരംഭത്തിന്റെ പട്ടികയിലേക്ക് കൊണ്ടുവരുന്ന മന്ത്രിയാണ് രാജീവ്. ആ രാജീവിനെയാണ് തരൂര് പ്രശംസിക്കുന്നത് എന്ന ഒരു കാര്യമാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, പഴയ ഐ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്ന ആൾക്കാരാണ് സുധാകരനും ചെന്നിത്തലയും ഒക്കെ. സതീശനുമായൊക്കെ തുറന്ന പോരുണ്ടെങ്കിലും ചെന്നിത്തലയൊക്കെ ഇവരുമായി സമരസപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ അദ്ദേഹം പോലും ഇക്കാര്യത്തിൽ തരൂരിനെ തള്ളിപ്പറയുന്ന ഒരു നിലയിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലേക്ക് വിഷയമെത്തുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്, വ്യവസായ വകുപ്പിനെ പ്രശംസിച്ച കാര്യമാണ്. അതിനപ്പുറത്തേക്ക് വലിയ ഗൗരവത്തിൽ ഇതിനെ കേന്ദ്ര നേതൃത്വം, AICC നേതൃത്വം കാണുമോ എന്നത് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്കത് അതേക്കുറിച്ച് പറയാൻ കഴിയൂ. ഏതായാലും കഴിഞ്ഞ കുറെ നാളുകളായി AICC നേതൃത്വവുമായി അത്ര രസത്തിലല്ല തരൂർ മുന്നോട്ട് പോകുന്നതെന്നത് വളരെ പ്രകടമായ ഒരു കാര്യമാണ്. ഈ പോര് എങ്ങോട്ടാണ് പോകുന്നത്? TG സജിത്ത് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. സജിത്ത്, ഇന്ന് വീക്ഷണം എഴുതിയിട്ടുള്ള ലേഖനത്തിന്റെ തലക്കെട്ട് ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്നതാണ്. തരൂരിനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തരൂരിനെതിരെ വിമർശനങ്ങളൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ ഔദ്യോഗിക നിലപാടായി വീക്ഷണത്തിന്റെ മുഖപ്രസംഗം വരുന്നത് ഇത്രയേറെ രൂക്ഷ വിമർശനവുമായിട്ടാണ്. പക്ഷെ അപ്പോഴും ഞാനിപ്പോൾ നേരത്തെ വിനോദിനോട് ചോദിച്ചതുപോലെ KPCC പ്രസിഡന്റ് തരൂരിനെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മോഹികളുടെ കൂട്ടത്തിലേക്ക് തരൂർ കൂടി വരുന്നു എന്നതാണോ ഇത്രയേറെ പ്രകോപിപ്പിച്ചത്? സർക്കാരിനെ പറ്റി നല്ല വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് നയങ്ങളെ പറ്റി നല്ല വാക്ക് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് തരൂർ എന്നൊരാൾ കൂടി മുഖ്യമന്ത്രി സ്ഥാനമോഹികളുടെ പട്ടികയിലേക്ക് വരുന്നു എന്നതിലുള്ള പ്രകോപനമാണോ നമ്മളിപ്പോൾ ഈ കാണുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തരൂരിന്റെ നീക്കം അത് കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാക്കിയ വലിയ ആശയക്കുഴപ്പത്തിന്റെ അതേ പ്രതിഫലനം ഇന്ന് കോൺഗ്രസിന്റെ മുഖപക്ഷത്തിൽ വീക്ഷണത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് വരെയുള്ള സാഹചര്യം ഈ കോൺഗ്രസ് ക്യാമ്പിനകത്ത് തന്നെ ചില ആശയക്കുഴപ്പമുണ്ട്. അതായത് VD സതീശൻ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾ തരൂരിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ എന്നാൽ സുധാകരനടക്കം അല്പം മൃദു സമീപനമാണ്. ഇന്നലെ സുധാകരൻ വൈകിട്ടിറക്കിയ വാർത്താക്കുറിപ്പിലും സ്വീകരിച്ച നിലപാട് തരൂരിന്റെ പേര് പരാമർശിക്കാതെയുള്ള വിമർശനമാണ്. ഇനി ഇന്നത്തെ ഈ വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിലേക്ക് വരുമ്പോൾ വീക്ഷണം ലേഖനത്തിൽ കൃത്യമായി അതിന്റെ എഡിറ്റോറിയൽ പരാമർശിക്കുന്നത് നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തലക്കെട്ട് ഇങ്ങനെയാണ്: ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്ന തലക്കെട്ടാണ്. അതിൽ അവർ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഈ വ്യവസായങ്ങളുടെ ചവപ്പറമ്പാക്കി മാറ്റിയത് ഇടതു സർക്കാരുകളാണ്. കഴിഞ്ഞകാല LDF സർക്കാരുകളാണ് അത്തരം നിലപാടെടുത്തത്. പക്ഷേ അവർക്ക് എന്തിന് ഇപ്പോൾ ഒരു അവാർഡ് നൽകണം, അത്തരമൊരു നീക്കം ഉണ്ടാവണം എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് വീക്ഷണം ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ. ഇതിൽ പ്രധാനമായും
തരൂരിന്റെ പേര് നേരിട്ട് പരാമർശിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് അതിനപ്പുറം എന്തിന് ഇപ്പോൾ ഈ വിവാദം എന്ന ചോദ്യം ഉന്നയിക്കുന്നു. കാരണം പ്രാദേശിക പ്രവർത്തകർ വലിയ പ്രവർത്തനം നടത്തി സർക്കാരിനെ താഴെയിറക്കി UDF സർക്കാരിന് അധികാരത്തിൽ തിരികെ എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തുകയാണ്. അപ്പോൾ പഠിക്കൽ കലം മുടയ്ക്കുന്ന നിലപാടായി ഈ ഇപ്പോഴത്തെ വിവാദങ്ങൾ മാറുന്നു എന്നതാണ്. തരൂരിനെ നേരിട്ട് പരാമർശിക്കാതെ രൂക്ഷ വിമർശനം, അതാണ് ഇന്ന് വീക്ഷണം സ്വീകരിച്ചിരിക്കുന്ന ശൈലി. കഴിഞ്ഞ കാലങ്ങളിലെ UDF സർക്കാരിന്റെ പ്രവർത്തനം, ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം നടത്തിയ അവകാശവാദങ്ങളൊക്കെ അതേപടി ഏറ്റെടുക്കുന്ന രീതിയിലാണ് വീക്ഷണത്തിന്റെ ലേഖനത്തിലുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതു സർക്കാർ വ്യവസായങ്ങളുടെ ഓപ്പറമ്പായിരുന്നു. പിന്നെ എന്തിന് അവർക്ക് ഇത്തരമൊരു നീക്കം ഉണ്ടാവണം? പ്രധാനപ്പെട്ട K കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിയുടെ കാലത്ത് കേരളത്തിൽ നടന്ന വലിയ വ്യവസായവൽക്കരണ പ്രവർത്തനങ്ങളുണ്ട്. അതൊന്നും പരാമർശിക്കാതെ പിന്നെ എന്തിന് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയുടെ പേര് പരാമർശിച്ചു എന്ന ചോദ്യം ഈ ലേഖനത്തിലൂടെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി തരൂരിനെ ലക്ഷ്യമിടുന്ന ലേഖനമാണ്. പക്ഷേ തരൂരിനെ നേരിട്ട് പേര് പരാമർശിക്കുന്നില്ല എന്നതാണ് വീക്ഷണം പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്തായാലും കടുത്ത വിമർശനം തന്നെയാണ് ഈ ലേഖനവും ഇപ്പോഴത്തെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് വീക്ഷണം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിന് തിരികെ വരാനുള്ള ഒരേ ഒരു അവസരമാണ് ഇനി അവശേഷിക്കുന്നത്. ആ അവസരം ഇല്ലാതാക്കാനുള്ള നീക്കമായി ഈ വിവാദം മാറുന്നു എന്ന സൂചന ഈ വിമർശന ബുദ്ധിയ ഈ ലേഖനത്തിലൂടെ വീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശ്രീജ, ശരി. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇതൊരു വലിയ അവസരമായി CPM കണക്കാക്കുന്നുണ്ട്, അല്ലെങ്കിൽ LDF കണക്കാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ജനയുഗം പത്രത്തിലൊക്കെ തരൂരിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടാണ്, ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരാൾ തരൂരാണ് എന്ന പ്രശംസയുമായാണ് ജനയുഗം പത്രം ഇറങ്ങിയിട്ടുള്ളത്. വീക്ഷണമാണെങ്കിൽ രൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട്. ഇതെങ്ങോട്ടാണ് ഈ പോര് പോകുന്നത് എന്നത് വലിയ താമസമില്ലാതെ തന്നെ അറിയാം.